ഓം ശാന്തി. 1-2-26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15-12-2008 മധുബൻ. ഒരു രാജ്യത്തിൻ്റെയും ഒരു ധർമ്മത്തിൻ്റെയും ലോ ആൻഡ് ഓർഡറിൻ്റെയും സ്ഥാപനയുടെ സമയത്ത് സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തി വിശ്വപരിവർത്തകനാകൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള രാജവത്സരരായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരമാത്മാ വാത്സല്യം കോടിയിൽ ചിലർക്കാണ് പ്രാപ്തമാകുന്നത്. പരമാത്മാവിൻ്റെ വാത്സല്യത്താൽ ബാബ്ദാദ ഓരോ കുട്ടിയെയും 3 സിംഹാസനത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ആദ്യത്തേത് സ്വരാജ്യ അധികാരത്തിൻ്റെ ഭൃഗുടിയുടെ സിംഹാസനം, രണ്ടാമത്തേത് ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനം, മൂന്നാമത്തേതാണ് വിശ്വത്തിൻ്റെ രാജ്യ അധികാരത്തിൻ്റെ സിംഹാസനം. ഈ 3 സിംഹാസനവും ബാബ തൻ്റെ സ്നേഹിയായ വത്സരരായ കുട്ടികൾക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ 3 സിംഹാസനവും സദാ സ്മൃതിയിൽ ഇരിക്കുന്നതിലൂടെ ഓരോ കുട്ടിക്കും ആത്മീയ ലഹരി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ബാബയിലൂടെ പ്രാപ്തമായ സമ്പത്തിനെ കണ്ട് സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഹൃദയത്തിൽ സ്വതവേ ഈ ഗീതം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആഹാ ബാബ, ആഹാ ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ. എന്താണോ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നത് അത് പ്രാക്ടിക്കൽ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയാണ്. സിംഹാസനത്തോടൊപ്പം ബാബ്ദാദ ഈ സംഗമത്തിൽ ഡബിൾ കിരീടത്തിലൂടെ പറക്കുന്ന കല്ലയുടെ അനുഭവിയും ആക്കി മാറ്റി. അപ്പോൾ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ഈ ഡബിൾ കിരീടധാരി സ്വരൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പ്യൂരിറ്റിയുടെ റോയൽറ്റിയുടെ കിരീടമാണ്. രണ്ടാമത്തേത് സേവനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം. ബാബ്ദാദ ഇന്ന് 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ വേഗത ചെക്ക് ചെയ്തു. കാരണം സമയത്തിൻ്റെ വേഗത നിങ്ങളെല്ലാവരും കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാബ്ദാദ നോക്കുകയായിരുന്നു. ഓരോരുത്തർക്കും ബാബയിലൂടെ രാജ്യഭാഗ്യത്തിൻ്റെ സമ്പത്ത് ലഭിച്ചിരിക്കുകയാണ്. തൻ്റെ രാജ്യത്തിൻ്റേത്, ഫ്യൂച്ചർ പ്രാപ്തിയുടേത്. ഫ്യൂച്ചറിൽ നിങ്ങളേവരുടെയും സംസ്കാരം നാച്ചുറലും നേച്ചറും ആയിരിക്കും. അത് ഇപ്പോൾ മുതൽ വളരെ കാലത്തെ സംസ്കാരമായി അനുഭവപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങളേവരുടെയും പുതിയ സംസ്കാരത്തിലൂടെ തന്നെയാണ് ഈ പുതിയ ലോകം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ലോകത്തിൻ്റെ വിശേഷതകൾ എന്താണോ അതിനെയും അനുഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിൽ എന്താണ് ഉണ്ടായിരിക്കുക? ലഹരി ഉണ്ടല്ലോ. ഹൃദയം പറയുന്നില്ലേ, നമ്മുടെ രാജ്യം, നമ്മുടെ പുതിയ ലോകം ഇതാ വന്നു കഴിഞ്ഞു എന്ന്. അപ്പോൾ ബാബ്ദാദ ഇത് നോക്കുകയായിരുന്നു. പുതിയ ലോകത്തിൻ്റെ വിശേഷതകൾ എന്താണോ അത് കുട്ടികളുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ എത്രത്തോളം എമർജായിരിക്കുകയാണ്. അറിയുന്നുണ്ട് പുതിയ സംസ്കാരവും പുതിയ ലോകത്തിൻ്റെ വിശേഷതകളും എന്തായിരിക്കും എന്ന്. എല്ലാവരുടെയും ബുദ്ധിയിൽ പുതിയ ലോകത്തിൻ്റെ വിശേഷതകൾ എമർജാണല്ലോ, അറിയുന്നുണ്ടല്ലോ, പാടുന്നുമുണ്ട്, അറിയുന്നുമുണ്ട്. ആദ്യത്തെ വിശേഷത ചെക്ക് ചെയ്യണം. ഓരോരോ വിശേഷത എന്നിൽ എത്രത്തോളം എമർജാണ്. മുഖ്യ വിശേഷതയാണ് ഒരു രാജ്യം. ഏതുപോലെ അവിടെ ഒരു രാജ്യം സ്വതവേ തന്നെ ഉണ്ടായിരിക്കും, രണ്ടാമതൊരു രാജ്യം ഇല്ല. ഇതേപോലെ തൻ്റെ സംഗമത്തിലെ ജീവിതത്തിൽ നോക്കൂ. താങ്കളുടെ ജീവിതത്തിലും ഒരു രാജ്യം ഉണ്ടോ?
അതോ ഇടയ്ക്കിടയ്ക്ക് രണ്ടാമതൊരു രാജ്യവും ഉണ്ടാകുന്നുണ്ടോ? അഥവാ മുന്നോട്ട് പോകവേ സ്വയം തൻ്റെ രാജ്യത്തോടൊപ്പം മായയുടെയും രാജ്യം നടക്കുകയാണ് എങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ഉണ്ടായിരിക്കുമോ? ഒരു രാജ്യത്തിന് പകരം രണ്ടാമതൊരു രാജ്യവും നടക്കുന്നില്ലല്ലോ. പരമാത്മാവിൻ്റെ ശ്രീമത്തിൻ്റെ രാജ്യമാണോ അതോ ഇടയ്ക്കിടയ്ക്ക് മായയുടെയും സമ്മർദ്ദമുണ്ടോ? ഹൃദയത്തിൽ മായയുടെ രാജ്യം ഇല്ലല്ലോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യൂ. ഈ കാര്യങ്ങളിലൂടെ തൻ്റെ ചാർട്ടിനെ ചെക്ക് ചെയ്യൂ. ഇപ്പോൾ സംഗമത്തിൽ ഒരു പരമാത്മാവിൻ്റെ രാജ്യമാണോ അതോ മായയുടെയും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ? ചെക്ക് ചെയ്തോ? ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ. തൻ്റെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അഥവാ ഇതുവരെയും 2 രാജ്യമാണ് ഉള്ളതെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അധികാരി എങ്ങനെയാകും? ശ്രീമത്തിനോടൊപ്പം മായയുടെ മതവും മിക്സായി പോകുന്നുണ്ടോ? ഇതേപോലെ തന്നെ ഒരു ധർമ്മം, ഒരു രാജ്യം ഉള്ളപ്പോൾ ഒരു ധർമ്മവും ഉണ്ടായിരിക്കും. ധർമ്മം എന്നാൽ ധാരണ. അപ്പോൾ താങ്കളുടെ വിശേഷ ധാരണ ഏതാണ്? പവിത്രതയുടെ ധാരണ. അപ്പോൾ ചെക്ക് ചെയ്യൂ. സദാ മനസ്സും വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എന്നിവയിൽ സമ്പൂർണമായും സദായും പവിത്രതയുടെ നേച്ചർ നാച്ചുറലായോ? ഏതുപോലെ അവിടെ തൻ്റെ രാജ്യത്തിൽ പവിത്രതയുടെ സ്വധർമ്മം സ്വതവേ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ സമയത്ത് പവിത്രതയുടെ ധാരണ നാച്ചുറലും നേച്ചറും ആയി കഴിഞ്ഞുവോ? കാരണം താങ്കളുടെ അനാദി സ്വരൂപവും ആദി സ്വരൂപവും പവിത്രതയാണ് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യൂ. ഒരു ധർമ്മം, അതായത് പവിത്രത നാച്ചുറലാണോ? എന്താണോ നേച്ചർ ആയിരിക്കുന്നത് അത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പ്രവർത്തിക്കുന്നു. കാരണം പല കുട്ടികളും എപ്പോഴാണോ ആത്മീയ സംഭാഷണം നടത്തുന്നത് അപ്പോൾ എന്താണ് പറയുന്നത്? വളരെ മധുരമധുരമായി സംസാരിക്കുന്നു, പറയുന്നു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ മനസ്സിൽ, ചിലപ്പോൾ വാക്കിൽ ഏതെങ്കിലും അപവിത്രതയുടെ അംശം എമർജായി പോകുന്നു. സംസ്കാരം വളരെയധികം ജന്മങ്ങളുടേതാണല്ലോ, അതിനാൽ സംഭവിച്ചു പോകുന്നു. അപ്പോൾ ഒരു ധർമ്മം എന്നതിൻ്റെ അർത്ഥമാണ് പവിത്രതയുടെ ധാരണ നേച്ചറും നാച്ചുറലും ആകണം. വാക്കിലെങ്കിലും ആവേശം വരികയാണെങ്കിൽ പറയുന്നു ക്രോധം ആയിരുന്നില്ല, അല്പം ആവേശം വന്നതാണ്. അപ്പോൾ ആവേശം എന്താണ്? ക്രോധത്തിൻ്റെ തന്നെ കുട്ടിയാണ്. അപ്പോൾ ഒരു ധർമ്മത്തിൻ്റെ സംസ്കാരം എപ്പോൾ നാച്ചുറലാകും? അപ്പോൾ ചെക്ക് ചെയ്യൂ. എന്നാൽ ചെക്കിനോടൊപ്പം ബാബയിലൂടെ ലഭിച്ച ശക്തികളിലൂടെ ചേഞ്ച് ചെയ്യൂ. ഇപ്പോഴും ബാബ്ദാദ മുൻകൂട്ടി തന്നെ അറ്റൻഷൻ വരുത്തുകയാണ്. ഇപ്പോഴും ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള തീവ്ര പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ മാർജിൻ ഉണ്ട്. എന്നാൽ അല്പം സമയത്തിനു ശേഷം അപ്രതീക്ഷിതമായി ടു ലേറ്റിൻ്റെ ബോർഡ് വയ്ക്കുക തന്നെ വേണം. ബാബ ഇത് പറഞ്ഞിരുന്നതേയില്ല എന്ന് പിന്നീട് പറയരുത്. അതിനാൽ ഇപ്പോൾ പുരുഷാർത്ഥത്തിൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ സമയം ഇപ്പോഴുമുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യൂ. എന്നാൽ കേവലം ചെക്ക് ചെയ്താൽ പോരാ, അതിനോടൊപ്പം ചേഞ്ച് ചെയ്യൂ. പലരും ചെക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ശക്തിയില്ല. ചെക്കും ചേഞ്ചും രണ്ടും ഒരുമിച്ചുണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങളെവരുടെയും സ്വമാനം അഥവാ നിങ്ങളെവരുടെയും മഹിമ എന്താണ്? ടൈറ്റിൽ എന്താണ്? മാസ്റ്റർ സർവശക്തിവാൻ. മാസ്റ്റർ സർവശക്തിവാനാണോ അതോ ശക്തിവാനാണോ?
മാസ്റ്റർ സർവശക്തിവാനാണ് എന്നാരാണോ പറയുന്നത് അവർ കൈ ഉയർത്തു. എല്ലാവരും കൈ ഉയർത്തി. നല്ലത്. അപ്പോൾ മാസ്റ്റർ സർവശക്തിവാനാണ്. ആശംസകൾ. പക്ഷേ മാസ്റ്റർ സർവശക്തിവാൻ ആയിരുന്നിട്ടും ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തു പറയും? തൻ്റെ തന്നെ സംസ്കാരത്തെ, നേച്ചറിനെ പരിവർത്തനപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടും ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തു പറയും? സ്വയം തന്നോട് ചോദിക്കൂ. മാസ്റ്റർ ശക്തിവാനാണോ അതോ മാസ്റ്റർ സർവശക്തിവാനാണോ? മാസ്റ്റർ സർവശക്തിവാൻ. ചെയ്യുക തന്നെ വേണം എന്ന് സങ്കല്പിച്ചു. അത് നടക്കുകയും ചെയ്തു. നടക്കും, നോക്കട്ടെ എന്നത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സമയമനുസരിച്ച് ഈ റിസൾട്ട് ഉണ്ടാകണം എന്ത് ചിന്തിച്ചുവോ അപ്പോൾ സങ്കല്പവും സ്വരൂപം ആകുന്നതും ഒരുമിച്ച് ഉണ്ടാകണം. ഇപ്പോൾ നവവർഷവും അവ്യക്ത വർഷവും വരാൻ പോകുന്നു. അവ്യക്ത പാലനയുടെ 40 വർഷം ആവുകയാണ്. അപ്പോൾ അവ്യക്ത പാലനയും വ്യക്തരൂപത്തിൻ്റെ പാലനയും 72 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 പിതാവിൻ്റെയും പാലനയുടെ റിട്ടേൺ ബാബ്ദാദയ്ക്ക് നൽകുകയില്ലേ? ചിന്തിക്കൂ. പാലന എന്താണ്? പ്രാക്ടിക്കൽ എന്താണ്? ബാബ്ദാദ ഇത് കണ്ടു. ഇപ്പോഴും അലക്ഷ്യവും റോയൽ ആലസ്യവും ഉണ്ട്. റോയൽ ആലസ്യമാണ് നടന്നുകൊള്ളും, ആവുക തന്നെ ചെയ്യും, എത്തിച്ചേരുക തന്നെ ചെയ്യും. അലക്ഷ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നടക്കേണ്ടത് തന്നെയാണ്, ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. പറയുന്നതും ചെയ്യുന്നതിലും വ്യത്യാസം ഉണ്ടാകുന്നു. ബാബ്ദാദ ഒരു ദൃശ്യം കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഇത് നടന്നു കിട്ടിയാൽ, ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായി എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ വൃത്തി ഉണ്ട്. എന്നാൽ സ്വപരിവർത്തനത്തിൻ്റെ വൃത്തി എവിടേക്കോ കുറഞ്ഞു പോകുന്നു. ഇപ്പോൾ മറ്റുള്ളവരെ നോക്കുന്ന ഈ വൃത്തി ചേഞ്ച് ചെയ്യൂ. അഥവാ നോക്കണമെങ്കിൽ വിശേഷതകൾ നോക്കൂ. ഇതൊക്കെ സംഭവിക്കുന്നവ തന്നെയാണ്, ഇതൊക്കെ നടക്കുന്നവ തന്നെയാണ്. ഇവരും ചെയ്യുന്നുണ്ട്. ഈ ഭാവന കുറയ്ക്കൂ. സ്വയം നോക്കൂ. ബാബയെ മുന്നിൽ വയ്ക്കൂ. ബാക്കി ആരുമായിക്കൊള്ളട്ടെ, മഹാരഥിയായാലും ഇടയിലുള്ളവരായാലും പുരുഷാർത്ഥത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സി ഫാദർ, സി ഡബിൾ ഫാദർ, ബ്രഹ്മ ബാബയെ നോക്കൂ, ശിവ് ബാബയെ നോക്കൂ. ബാബ താങ്കളെ തൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. താങ്കൾ തൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ബാബയെ ഇരുത്തിയിരിക്കുകയാണ്. താങ്കളുടെ സ്ലോഗനും സി ഫാദർ എന്നാണ്. സി സിസ്റ്റർ, സി ബ്രദർ എന്ന സ്ലോഗനേ ഇല്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവരിലും ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ട്. എന്നാൽ അഥവാ മറ്റുള്ളവരെ നോക്കണമെങ്കിൽ വിശേഷതയെ നോക്കൂ. ഏതൊരു കുറവാണോ അവർ തങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നോക്കരുത്. രണ്ടാമത്തെ കാര്യം, തൻ്റെ രാജ്യത്തിൽ ഓർമ്മയുണ്ടല്ലോ. തൻ്റെ രാജ്യം ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. താങ്കളുടെ ബുദ്ധിയിൽ, നയനങ്ങളിൽ തൻ്റെ രാജ്യം സ്പഷ്ടമായി വന്നുവല്ലോ. എത്ര തവണ രാജ്യം ഭരിച്ചിട്ടുണ്ട് എണ്ണീട്ടുണ്ടോ? അനേകം തവണ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ മുന്നിൽ വരുന്നു. തൻ്റെ രാജ്യ അധികാരി രൂപവും ശ്രേഷ്ഠ രാജ്യവും. ഇതുപോലെ തൻ്റെ രാജ്യത്തിൽ ലോ ആൻഡ് ഓർഡർ സ്വതവേ തന്നെ നടക്കുന്നു. എല്ലാവരും നോളജ്ഫുള്ളിൻ്റെ സംസ്കാരം ഉള്ളവരാണ്. ലോ എന്താണ്, ഓർഡർ എന്താണ് എന്നറിയാം.
ഇതേപോലെ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ നോക്കൂ. ബാബയുടെ ഓർഡറിലാണോ നടക്കുന്നത്? അതോ ചിലപ്പോൾ മായയുടെയും ഓർഡർ നടക്കാറുണ്ടോ? ചിലപ്പോൾ ശ്രീമത്തല്ലാതെ പരമത്തോ മന്മത്തോ നടക്കുന്നില്ലല്ലോ. ലോ എന്താണ്? ലോയാണ് നിശ്ചിന്ത ചക്രവർത്തി. ഒരു ചിന്തയുമില്ല. കാരണം സർവപ്രാപ്തികളും ഉണ്ട്. ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യൂ. സംഗമത്തിലെ ശ്രേഷ്ഠ ജന്മത്തിലും സർവപ്രാപ്തികളും ഉണ്ടോ? എന്താണോ ബാബ നൽകിയത് അത് ഭഗവാന്റെ പ്രസാദം പോലെയാണല്ലോ. അപ്പോൾ പ്രസാദത്തിന് എത്രമാത്രം മഹത്വം വയ്ക്കുന്നു. അപ്പോൾ ബാബയുടെ പ്രാപ്തികൾ എന്തെല്ലാമാണോ ആ പ്രഭു പ്രസാദം പ്രാപ്തമാണ്. പ്രഭു പ്രസാദത്തിന് മഹത്വമുണ്ട്, സമ്പത്തും ഉണ്ട്, അധികാരവുമുണ്ട്, പ്രസാദവും ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യൂ, ലോയും ഓർഡറും രണ്ടിലും സമ്പന്നമാണോ? ബാബ് ദാദ ഒരു കാര്യം നോക്കുകയായിരുന്നു. മെജോറിറ്റിക്കും പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ഏതൊരു ശക്തിയാണോ ലഭിച്ചിട്ടുള്ളത് ആ പരിവർത്തന ശക്തി വേണ്ട സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രയത്നവും ഇല്ല. നോക്കൂ, എല്ലാവർക്കും അനുഭവമുണ്ട്. അഥവാ എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ മായയോട് തോൽവി ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും പ്രഭാഷണത്തിലും പറയുന്നു, ക്ലാസ്സും എടുക്കുന്നു. പറയുന്നത് ഇതാണ്: വീഴ്ത്തുകയും കയറ്റുകയും ചെയ്യുന്ന 2 വാക്കുകളുണ്ട്. ആ 2 വാക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞു. ആ 2 വാക്കുകളാണ് ഞാൻ, എൻ്റേത്. പ്രഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ, ക്ലാസ്സും എടുക്കുന്നുണ്ടല്ലോ. ബാബ് ദാദ ക്ലാസ്സും കേൾക്കുന്നു. എന്താണ് പറയുന്നത്? ഇപ്പോൾ ഈ 2 വാക്കുകളെ പരിവർത്തന ശക്തിയിലൂടെ പരിവർത്തനപ്പെടുത്തൂ. എപ്പോഴെല്ലാം ഞാൻ എന്ന വാക്ക് പറയുന്നുവോ അപ്പോൾ ഞാൻ ഇന്നയാളാണ്, ബ്രാഹ്മണനാണ്. എന്നാൽ ഞാൻ ആരാണ്? ബാബ് ദാദ ഏതൊരു സ്വമാനമാണോ നൽകിയിട്ടുള്ളത്, എപ്പോഴെല്ലാം ഞാൻ എന്ന വാക്ക് പറയുന്നു അപ്പോൾ ഏതെങ്കിലും സ്വമാനം കൂടെ പറയൂ. അതായത് ബുദ്ധിയിൽ കൊണ്ടുവരൂ. ഞാൻ എന്ന വാക്ക് പറയുകയും സ്വമാനം ഓർമ്മ വരികയും വേണം. എൻ്റേത് എന്ന വാക്ക് പറയുമ്പോൾ ബാബ ഓർമ്മ വരണം. എൻ്റെ ബാബ എന്നത് നാച്ചുറൽ സ്മൃതിയാകണം. ഈ പരിവർത്തനം ചെയ്യൂ, ഇത്രമാത്രം. രണ്ടാമത്തെ കാര്യമാണ്, പലപ്പോഴും സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ 2 വാക്കിലൂടെയാണ് മായ വരുന്നത്. ഒന്ന് ഭാവം, രണ്ടാമത് ഭാവന. എപ്പോഴെല്ലാം ഭാവം എന്ന വാക്ക് പറയുന്നുവോ ചിന്തിക്കുന്നുവോ അപ്പോൾ ആത്മീയ ഭാവം. ഭാവം എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ആത്മീയ ഭാവം ആദ്യം ഓർമ്മ വരണം. ഭാവന എന്നായിരിക്കുമ്പോൾ ശുഭഭാവന ഓർമ്മ വരണം. വാക്കിൻ്റെ അർത്ഥം പരിവർത്തനപ്പെടുത്തൂ. താങ്കളുടെ ടൈറ്റിൽ എന്താണ്? വിശ്വപരിവർത്തകൻ. വിശ്വപരിവർത്തകന് ഈ വാക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ലേ? അപ്പോൾ വേണ്ട സമയത്ത് പരിവർത്തന ശക്തിയെ യൂസ് ചെയ്ത് നോക്കൂ. സമയം കടന്നു പോയതിനു ശേഷമാണ് തോന്നുന്നത് മനസ്സിന് നല്ലതായി തോന്നുന്നില്ല. സ്വയം തന്നെ തൻ്റെ മനസ്സ് ചിന്തിക്കുന്നു, എന്നാൽ സമയം കടന്നുപോയല്ലോ. അതിനാൽ ഇപ്പോൾ തീവ്രഗതിയുടെ ആവശ്യകതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോരാ. വളരെയധികം സമയം നന്നായാണിരുന്നത് എന്ന് ചിന്തിക്കരുത്. എന്നാൽ ബാബ് ദാദ കേൾപ്പിച്ചിട്ടുണ്ട്, അന്തിമ നിമിഷത്തിൻ്റെ മേൽ ഒരു ഉറപ്പുമില്ല. അപ്രതീക്ഷിതത്തിൻ്റെ കളിയാണ് നടക്കുന്നത്. പല കുട്ടികളും
ബാബയെയും വളരെ മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പറയുന്നു, സമയം ഒരൽപ്പം കൂടുതൽ അതിയിൽ പോകുമല്ലോ, അപ്പോൾ വൈരാഗ്യം വന്നുകൊള്ളും. അപ്പോൾ വൈരാഗ്യത്തിൻ്റെ സമയത്ത് സ്വതവേ തന്നെ വേഗത തീവ്രമായിക്കൊള്ളും. പക്ഷേ ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം സമയത്തെ പുരുഷാർത്ഥം ആവശ്യമാണ്. അഥവാ കുറച്ച് സമയത്തെ പുരുഷാർത്ഥമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ പ്രാപ്തിയും കുറച്ച് സമയത്തേക്കാണ് ലഭിക്കുക. ഫുൾ 21 ജന്മത്തിൻ്റെ പ്രാപ്തി ഉണ്ടാവുകയില്ല. ബാബ്ദാദയുടെ 3 വാക്കുകൾ സദാ ഓർമ്മിക്കൂ. 1 അപ്രതീക്ഷിതം, 2 എവർ റെഡി, 3 വളരെ കാലം. ഈ 3 വാക്കുകൾ സദാ ബുദ്ധിയിൽ വയ്ക്കൂ. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആരുടെയും അന്തിമ കാലം ഉണ്ടായേക്കാം. ഇപ്പോൾ നോക്കൂ, എത്ര ബ്രാഹ്മണരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിയാമായിരുന്നോ? അതിനാൽ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിലൂടെ ഫുൾ 21 ജന്മത്തിൻ്റെ സമ്പത്ത് പ്രാപ്തമാക്കുക തന്നെ വേണം. ഈ തീവ്ര പുരുഷാർത്ഥം സ്മൃതിയിൽ വയ്ക്കൂ. ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് ജന്മം തൻ്റെ രാജ്യത്തിലെ. എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ജന്മത്തിൽ വരണമല്ലോ. ഏതിലായിരിക്കും രസം? ഫസ്റ്റ് ജന്മത്തിലാണോ അതോ ഏതിലെങ്കിലുമാണോ? തൻ്റെ രാജ്യത്തിൻ്റെ ഫസ്റ്റ് ജന്മത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം നമുക്കും പാർട്ടുണ്ടാകണം എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. എല്ലാവരും കൈ ഉയർത്തി. നല്ലത്. ഫസ്റ്റ് പാർട്ടിലാണോ? കൈകൾ കണ്ട് സന്തോഷമായി കൈയടിക്കൂ. ഫസ്റ്റ് ജന്മത്തിൽ വരൂ. അതിൻ്റെ ആശംസകൾ. പക്ഷേ എന്താണെന്ന് പറയണ്ടേ? ഫസ്റ്റിൽ വരിക തന്നെ വേണം. രണ്ടാമത്തെ കാര്യം എന്തിനു പറയണം? നല്ലതാണ്. എത്ര പേർ വന്നിരിക്കുന്നുവോ ഫസ്റ്റ് ജന്മത്തിൽ വരിക തന്നെ വേണം. കൈയടിച്ചു. ഫസ്റ്റ് ജന്മവും ഫസ്റ്റ് സ്റ്റേജും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാക്കുക തന്നെ വേണം എന്ന് ആർക്ക് ദൃഢസങ്കല്പമുണ്ടോ ഫാസ്റ്റായി പോവുക തന്നെ വേണം. എന്ത് വിഘ്നമുണ്ടായാലും ശരി, എന്നാൽ വിഘ്നമായി അവശേഷിക്കരുത്. വിഘ്ന വിനാശകന്റെ മുന്നിൽ വിജയത്തിൻ്റെ രൂപത്തിൽ പരിവർത്തനപ്പെടണം. കാരണം നിങ്ങൾ ഏവരും വിഘ്ന വിനാശകരാണ്. ടൈറ്റിൽ എന്താണ്? വിഘ്ന വിനാശകൻ. അപ്പോൾ വിഘ്നങ്ങൾ വന്നാൽ തന്നെയും കളിക്കുവാൻ വരും. എന്നാൽ താങ്കൾ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയൂ. റോയൽ രൂപത്തിൽ വരും. എന്നാൽ വിഘ്ന വിനാശകനായ താങ്കൾ ഇതെന്ത് കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ദൂരെ നിന്ന് തന്നെ അറിയും. അതിനാൽ ബാബ്ദാദയും ഇതാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കുട്ടികളും കൂടെ പോകണം, പിന്നിലായി പോകരുത്. ബാബ്ദാദയ്ക്ക് കുട്ടികളില്ലാതെ രസം തോന്നുന്നില്ല. അപ്പോൾ ദൃഢതയെ ഒരിക്കലും ദുർബലമാക്കരുത്. ചെയ്യുക തന്നെ വേണം. ചെയ്യാം എന്ന് പറയരുത്. ചെയ്യാം, നോക്കട്ടെ, നടന്നുകൊള്ളും, കണ്ടുകൊള്ളും, ഈ കാര്യങ്ങൾ പറയരുത്. ദൃഢതയാണ് സഫലതയുടെ താക്കോൽ. ഈ താക്കോൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മായയും സമർത്ഥമാണല്ലോ. ഈ താക്കോലിനെ തിരയുന്നു. അതിനാൽ ഈ താക്കോലിനെ നല്ലവണ്ണം സൂക്ഷിച്ചു വയ്ക്കൂ. ശരി. 4 ഭാഗത്തുമുള്ള ലൗലിയും ലക്കിയും ദൃഢസങ്കല്പമുള്ളവരുമായ കുട്ടികൾക്ക് ചിന്തിച്ചു, ചെയ്തു, ചെയ്യാം, നോക്കാം എന്നല്ല, ചിന്തിച്ചു, ചെയ്തു. സദാ സ്വയം നഷ്ടോമോഹയായി ഇരിക്കുന്നവർക്ക് കേവലം സംബന്ധത്തോടുള്ള മോഹമല്ല,
തൻ്റെ ദേഹബോധത്തിൻ്റെയും ദേഹാഭിമാനത്തിൻ്റെയും മോഹം പാടില്ല. ഇങ്ങനെയുള്ള നഷ്ടോമോഹ എവർ റെഡി കുട്ടികൾക്ക് സദാ ശ്രീമത്തിൽ കയ്യിൽ കൈകോർത്ത് കൂടെ പറക്കുന്നവർക്ക്, അതിനോടൊപ്പം ബ്രഹ്മബാബയുടെ കൂടെ തൻ്റെ രാജ്യത്തിൽ വരുന്നവർക്ക്, ഇങ്ങനെയുള്ള തീവ്ര പുരുഷാർത്ഥികളും പറക്കുന്ന കലയിൽ വരുന്നവരുമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെ വളരെയധികം ആശീർവാദങ്ങൾ സ്നേഹസ്മരണകളും സ്വീകരിച്ചാലും. ബാലകനും അധികാരിയുമായ കുട്ടികൾക്ക് നമസ്തേ. വരദാനം: പരിവർത്തന ശക്തിയിലൂടെ സർവരുടെയും കൃതജ്ഞതയ്ക്ക് പാത്രമാകുന്ന വിഘ്നജീതായി ഭവിക്കട്ടെ. അഥവാ ആരെങ്കിലും താങ്കളോട് അപകാരം ചെയ്യുകയാണെങ്കിൽ താങ്കൾ ഒരു സെക്കൻഡിൽ അപകാരത്തെ ഉപകാരത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ആരെങ്കിലും തൻ്റെ സ്വഭാവ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ പരീക്ഷയായി മുന്നിൽ വന്നുവെങ്കിൽ താങ്കൾ ഒരേ ഒരു സ്മൃതിയിലൂടെ ഇങ്ങനെയുള്ള ആത്മാവിനെ പ്രതിയും ദയാഹൃദയത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവ സംസ്കാരം ധാരണ ചെയ്യൂ. ആരെങ്കിലും ദേഹധാരി ദൃഷ്ടിയിലൂടെ മുന്നിൽ വന്നുവെങ്കിൽ അവരുടെ ദൃഷ്ടിയെ ആത്മീയ ദൃഷ്ടിയിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഇങ്ങനെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള യുക്തി വരണം. അപ്പോൾ വിഘ്നജീത് ആയി മാറും. പിന്നെ സമ്പർക്കത്തിൽ വരുന്ന സർവ ആത്മാക്കളും താങ്കളോട് കൃതജ്ഞത പറയും. സ്ലോഗൻ: അനുഭവങ്ങളുടെ സ്വരൂപമായി മാറൂ. അപ്പോൾ മുഖത്തിൽ നിന്നും ഭാഗ്യത്തിൻ്റെ തിളക്കം കാണപ്പെടും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നമാകൂ. അനേകം ദേശങ്ങളും അനേകം ഭാഷകളും അനേകം രൂപനിറങ്ങളും ഉണ്ടായിട്ടും എല്ലാവരുടെയും ഹൃദയത്തിൽ ഏകത കാണപ്പെടണം. കാരണം ഒരു ബാബയുടെ കുട്ടികളാണ്. എല്ലാവരും ഒരേ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളാണ്. ഒരേ ശ്രീമത്തനുസരിച്ച് നടക്കുന്നവരാണ്. ഭിന്നതയിൽ ഏകത കാണിക്കണം. കേടായതിനെ ശരിയാക്കണം. അനേകതയിൽ ഏകത കൊണ്ടുവരണം. ഇത് ഏറ്റവും വലിയ സേവനമാണ്. ഇതാണ് അതിശയം. ഇതുതന്നെയാണ് സഫലതയുടെ ആധാരം.